മുഖത്ത് 2, 3 പാടുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ 2 പിമ്പിൾസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തലയിലൊരു പൊടി കണ്ടു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തട്ടി നോക്കിയപ്പോൾ ഇത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നല്ലോണം മുടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി മറിച്ചൊക്കെ നോക്കിയപ്പോൾ തലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ താരനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പോക്കും എങ്ങനെ ഒക്കെ ഒന്ന് ക്ലിയറാക്കി കൊണ്ടുവരും എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, വെറുതെ അല്ല അപ്പോൾ 2-3 ദിവസമായിട്ട് മുടി വല്ലാതെ കൊഴിഞ്ഞു വരുന്നത് താരൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. നമ്മൾ ഹെയർ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് പുറകോട്ട് നിൽക്കുമ്പോൾ എല്ലാവരുടെ തലയിലും വരുന്നൊരു സാധനമാണല്ലോ ഈ താരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ടെൻഷനായിപ്പോയി പെട്ടെന്ന് കണ്ടപ്പോൾ. തലയിൽ നന്നായിട്ട് താരം പൊളിഞ്ഞ് പൊളിഞ്ഞ് വരികയുണ്ടായി. അപ്പോഴേ ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എത്രത്തോളം തലയിൽ നിന്ന് താരൻ വരുന്നുണ്ട് എന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ ഞാൻ ആ ടേബിളിൻ്റെ മേലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടു, ബ്ലാക്ക് കളർ ഒരു ഷീറ്റ് വെച്ചു. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്തത് മുടി അടിച്ചിട്ട് ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് കോംബ് ചെയ്തു. മുടി നന്നായിട്ട് ചീകിയിട്ട് പരമാവധി ഈ ചീപ്പിൻ്റെ ബാക്കിലുള്ള ഒരു പോർഷനിൽ അത് വെച്ചിട്ട് ഇങ്ങനെ താരനെ ഇളക്കി ഇളക്കി മാറ്റി പിന്നെ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ നോക്കി, ജസ്റ്റ് ഇങ്ങനെ ചീപ്പ് കൊണ്ട് ചീകാതെ തന്നെ കൈ വെച്ച് തട്ടുമ്പോഴേ താരൻ മുടീൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. നഖം യൂസ് ചെയ്യണില്ല. വിരൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോഴേ ആ ഷീറ്റിലേക്ക് താരം ഇങ്ങനെ വന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുക. മുടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഞാനിങ്ങനെ കുടയുകയാണ് കേട്ടോ. ഇളക്കുമ്പോഴേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആവില്ല. ഞാൻ വേറൊരു ഫോണിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതും കൂടി കണ്ടപ്പോഴേ എനിക്ക് കൂടുതൽ ടെൻഷനായി. മുഖം ഭാവങ്ങളൊക്കെ മാറി മറിയുന്നത് കണ്ടോ. നന്നായിട്ട് ടെൻഷനായി. കാരണം മുടി 3-4 ദിവസമായിട്ട് നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് തന്നെയാണ് കാരണം എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മുടെ വയറിൽ. നമുക്ക് വയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ താരൻ നല്ല രീതിക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ഒരുപാട് വല്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക കേട്ടോ. ഇത് അതിൻ്റെ സൈഡായിട്ട് ചെയ്താൽ മതി. ഉള്ളിലേക്ക് ചിലപ്പോൾ മരുന്ന് കുടിക്കേണ്ടതായിട്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ ഇളക്കിയിട്ടും തട്ടിയിട്ടുമൊക്കെ താരനെ ഏകദേശം ആ തുണിയിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ വേറൊരു ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ തലേന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിയപ്പോൾ തന്നെ തട്ടിയ സമയത്ത് മാത്രമായിട്ട് വീണ്ടുള്ള താരനാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ചെയ്യുന്നത്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാച്ചി എണ്ണയാണ് കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ തന്നെ തേക്കുന്ന, നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്, സെയിൽ ചെയ്യാറുണ്ട്. ആ ഒരു കാച്ചി എണ്ണയാണ്. അത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ തേക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഓയിൽ ഇടും തലയിൽ. എപ്പോഴും ഇടാറില്ല. വീക്ക്ലി 2 പ്രാവശ്യങ്ങളിലായിട്ട് ഞാൻ എന്തായാലും ഓയിൽ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ മാത്രമല്ലാതെ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. തുഞ്ചം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഓയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് മൊത്തത്തിൽ കാണുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഏന്തിയതാണ്, കാലിൻ്റെ മേലെ ഇങ്ങനെ ഏന്തി നോക്കിയതാണ്. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഓയിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നല്ല രീതിക്ക് എന്താ പറയുക, ഓയിലിടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ഈ താരൻ്റെ പ്രശ്നം അധികമുള്ള ആളുകൾക്ക് ഓയിലിടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഡോക്ടറെ കാണിച്ചതിന് ശേഷം അവരെന്താണ് പറയുന്നത് അതേ രീതിക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മീൻസ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകളിൽ പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓയിലിട്ടതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം 5-10 മിനിറ്റ് ഞാൻ എന്തായാലും നിൽക്കും. കാരണം ഞാൻ അത് കൂടെ ആഴ്ചയിൽ 1 തവണ 2 തവണയൊക്കെ ഓയിൽ തേക്കുന്ന ആളായതുകൊണ്ട് ഓയിൽ തേക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം വെക്കും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് എന്ന്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ്, അല്ലാതെ നല്ല രീതിക്ക് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മുടിയിൽ എണ്ണയൊക്കെ തേച്ചു. ഇനി അത് തലയിൽ പിടിക്കട്ടെ. ഇനി നമുക്ക് ഈ മുടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സാധനം നമുക്ക് പറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തൊടിയിലേക്ക് ഇറങ്ങണം. പറമ്പിൽ ഇറങ്ങിയിട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പോവാട്ടോ. ഇതാ നമ്മൾ ഉണ്ടാക്കുന്ന ഓയിൽ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നമ്മുടെ സാധനം പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിനൊരു പഴഞ്ചൊല്ലുണ്ട്, അമ്മ അരമ്പി മോള് വിളുമ്പി മോളുടെ മോളൊരു സുന്ദരി കോത. എന്താ ഉത്തരം? വെള്ളില. യെസ്, വെള്ളില വെച്ചിട്ടാണ് നമ്മുടെ തലയിലുള്ള താരനെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് താരൻ മാത്രമല്ല, താരൻ മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ, കുരു, ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതൊരു എന്താ പറയുക, നമ്മുടെ മുസാന്ത എന്ന് പറയുന്ന ഒരു ചെടിയിലെ ആ ഒരു വിഭാഗത്തിൽ പെടുന്നൊരു സാധനമാണ് നമ്മുടെ വെള്ളില എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളില പറിക്കുക, നന്നായിട്ട് കഴുകുക. ഇത്രയും ഞാൻ പറിച്ചിട്ടുണ്ട്. ഇനിയും വേണം കേട്ടോ. ഞാൻ സ്കാൽപ്പിൽ മാത്രമല്ല ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഇല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൊടിയിലൊക്കെ ഉണ്ടാവും. ചിലർ വളർത്തുന്നുണ്ട് ഒരു ചെടിയായിട്ട്. എന്താ, ഒരു വൈറ്റ് കളർ പൂവാണ് ഇതിനുണ്ടാവുക. ഇല ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല തൂമ്പ് ഇതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഇനിയും പറിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണം. പിന്നെ ആഴ്ചയിലൊരു 1 ടൈം അല്ലെങ്കിൽ 2 ടൈംസ് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇനിയും വെള്ളുള്ളിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ മതിലിൻ്റെ മേലേക്ക് വലിഞ്ഞ് കയറിയിട്ട് ഞാൻ പറിക്കുന്നുണ്ട്. ഇത് പറിക്കുകയും വേണം, വീഡിയോ എടുക്കുകയും വേണം, മതിലിൻ്റെ മേലെ താഴെ വീഴാനും പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ വന്നിട്ട് ഞാനത് പറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് കഴുകിയെടുക്കാം. മഴയൊക്കെ കൊണ്ടതാണ്, ഇനി കഴുകണ്ടെന്ന് വെക്കണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ മേലിൽ നിന്ന് പൊടി ഉണ്ടായിരുന്നു. കഴുകി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് 2-3 വട്ടം കഴുകുക. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ താളി എടുക്കുന്ന പോലെ പിഴിഞ്ഞെടുക്കല്ല കേട്ടോ ഇത് ചെയ്യുക. നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഞാനിവിടെ കുറച്ച് അധികം തന്നെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിലേക്ക്. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുക്കുക. കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അളവ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, കണ്ടോ, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താളി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് നന്നായിട്ട് അത് കുറുകും കേട്ടോ. ഈ ഇല നന്നായിട്ട് വഴന്ന് വരും. അതുവരെ നമുക്ക് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ താളി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ഇല ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കുഴഞ്ഞ് മറിഞ്ഞിട്ടുള്ളൊരു പരുവത്തിലേക്ക് മാറും. അതുവരെ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണയാൻ വേണ്ടി വെക്കണം. തണഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, നമുക്കത് പിഴിഞ്ഞെടുക്കണം. മീൻസ് ആ ഇല അതിന്ന് ഇലയുടെ മേലെയുള്ള ആ ഒരു ജെല്ല് മൊത്തമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇത് കണ്ടോ, ആ ഒരു ലൈറ്റ് യെല്ലോ ഗ്രീനിഷ് കളറിലേക്കുള്ള ഒരു വെള്ളമായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ ലീഫിലുള്ള ആ ഒരു സത്ത് മൊത്തമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണയട്ടെ. തണഞ്ഞതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഈ ഒരു താളി തേക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ലൈറ്റ് ചൂടിൽ വേണം, ഇളം ചൂട്, നമുക്ക് കൈയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളത് പിഴിഞ്ഞെടുക്കാനും. അതേപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ചൂട്, ഇളം ചൂട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചൂടോട് കൂടിയിട്ട് വേണം ഇത് സ്കാൽപ്പിൽ ഇടാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ താളി ഞാൻ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചണ്ടൊക്കെ ഞാൻ വേറെ വേസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അരിച്ചെടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചതിൻ്റെ ജെല്ല് മാത്രമാക്കിയിട്ട് എടുക്കാം. ഞാൻ അരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ തലയിൽ തേക്കുകയാണ്. ഞാൻ എങ്ങനെ തേക്കുന്നത് വെച്ചാൽ, ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ട് ഓൾറെഡി ഹെയർ അവിടെ കെട്ടി വെച്ചതാണ് മേലെ. കുറച്ച് താളി കയ്യിലെടുത്തതിന് ശേഷം തലയിൽ നമ്മളിങ്ങനെ പൊത്തി വയ്ക്കുമല്ലോ സ്കാൽപ്പിൽ, അതേമാതിരിയാണ് ഞാനത് ചെയ്യുന്നത്. കണ്ടോ, അങ്ങനെ അവിടെ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയോ, നമ്മുടെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് തലയിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ താളി എത്തും കേട്ടോ. നമ്മളിങ്ങനെ കുറേശ്ശെ മുടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്കിയിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. ഞാനിങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് തലയിലത് തേച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് തലയിൽ കംപ്ലീറ്റ് ആയിട്ട്. നിങ്ങൾക്ക് ചിലവർക്ക് ഈ പിരികത്തിൻ്റെ മേലെയൊക്കെ അതേപോലെ സ്കിന്നിങ്ങനെ പീൽ ചെയ്ത് പോവും, താരൻ മാതിരി വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പിരികത്തിൻ്റെ മേലെയും ചെവിയുടെ ആ ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ അഴിക്കാം. ഇനി എങ്ങാനും എവിടെയെങ്കിലും എത്താതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുടി അഴിച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഹെയറിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒന്ന് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്കൊരു ഈ ഒരു മിക്സ് തലയിലിട്ടതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മസാജ് കൊടുക്കുക കേട്ടോ. ഈ ഒരു താളി തലയ്ക്ക് നല്ല തണുപ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തലവേദനേൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്ക് തലയിൽ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ കുളിക്കാൻ പോകുമ്പോൾ തന്നെ കഴുകി നന്നായിട്ട് കളയാവുന്നതാണ്. ഷാമ്പു യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും സിറ്റിംഗ് പൊസിഷനിൽ നിന്ന് സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് മാറിയിട്ട് താളി ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിന്നിട്ട് തുഞ്ചം വരെയും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കേട്ടോ. സ്കാൽപ്പ് ടു ഹെയറിൻ്റെ എൻഡിങ് പോർഷൻ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്യാണ് കേട്ടോ. മറ്റേ ഭാഗത്തും കൂടി ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങളൊരു വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഹെയറിൽ ഞാൻ മേലെ കെട്ടി വെക്കുകയാണ്. ഇതെന്തായാലും നിങ്ങളുടെ തലയിലുള്ള താരനും അതേപോലെ കുരുക്കളും ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിക്സാണ്. നിങ്ങൾ വെള്ളിൽ തന്നെ നോക്കി പറിച്ചെടുക്കണേ. നിങ്ങൾ മാറിപ്പോകരുത്. മുസാന്തൊന്നും പറിക്കരുത്. ഇതിൻ്റെ മേലൊരു വൈറ്റ് കളർ പൂവാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.